തിരുവനന്തപുരത്ത് പോത്തൻകോട് വെള്ളയാണിക്കൽ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് വഴിയില്ലെന്ന പരാതി. റോഡുകൾ നശിച്ച നിലയിലാണ്. ഇതിന് കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല. ഇവിടെ റോഡിന് സമീപത്ത് ഒരു ക്രഷർ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്രഷർ യൂണിറ്റിൽ നിന്ന് 12 വീലുള്ള പാണ്ടൻ ലോറികൾ തലങ്ങും വിലങ്ങുമോടി റോഡ് കുണ്ടും കുഴിയുമായി. ചുരുക്കി പറഞ്ഞാൽ വിനോദസഞ്ചാര കേന്ദ്രം ബാലികേറ മലയുമായി. പ്രദേശത്ത് താമസിക്കുന്ന വിദ്യാർത്ഥികളും ദുരിതത്തിലാണ്. സ്കൂൾ ബസ് ഈ ഭാഗത്തേക്ക് വരാറില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ച് ആംബുലൻസ് വിളിച്ചാൽ സ്ഥിതി ഗുരുതരം. ആംബുലൻസും ഇങ്ങോട്ട് എത്താറില്ല. നമ്മളിത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും സമരമൊക്കെ നടത്തിയതാണ്. അപ്പോൾ ഇത് വേറെ കളി കളിച്ച് നമ്മൾ പഞ്ചായത്തുകാരാണ് ജാഥ കൊണ്ടുപോയത് പ്രതിഷേധിച്ച്. അപ്പോൾ ഇതിപ്പോൾ പോത്തൻകോട് പഞ്ചായത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു ദുരിതം നമുക്ക് ഒരു വണ്ടി ആട്ടോ പിടിച്ചാൽ വരില്ല. ഒരു സ്കൂൾ വണ്ടിക്കാർ വരാൻ കൂടെ മടിക്കും. 1-2 വണ്ടി സ്കൂൾ വണ്ടികൾ സൊസൈറ്റികളൊന്നും തിരിഞ്ഞു പോകും, ഇങ്ങോട്ട് വരില്ല. റോഡിങ്ങനെ ആയതുകൊണ്ട് വരാതിരിക്കാൻ ശ്രമിക്കാൻ പറ്റുമെന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇങ്ങനെ 6 വീലുള്ള വണ്ടിയാണെങ്കിൽ പിന്നും വേണ്ടില്ല. അത് ഓടിക്കുമ്പോൾ കോടതി വിധിയൊക്കെ ഉണ്ട്. നമ്മൾ കോടതിയിൽ വരെ പോയി സ്റ്റേ ഒക്കെ വാങ്ങിച്ചിട്ടൊക്കെയാണ് ഈ 12 വീലും 10 വീലൊക്കെ ഉള്ളത് ഓടാതിരിക്കാൻ. വണ്ടി ഓടേണ്ട റോട്ടേ കൂടെ വണ്ടി ഓടാൻ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ഈ കൂടുതൽ ഭാരം വെച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. സ്കൂൾ വണ്ടി പോലും വരാത്തതാണ് ഏക പ്രശ്നം. അതുകൊണ്ട് ഇതൊക്കെ അവിടെ കാലെ പിടിച്ചാണ് അവർ ഇപ്പോൾ ഇവിടെ കൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ സൊസൈറ്റിയോളം തിരിഞ്ഞു പോകുന്ന വണ്ടികളാണ്. നടന്നു വരണം. 1-2 വണ്ടിക്കാർ സൊസൈറ്റിയോളം തിരിഞ്ഞു പോകും, ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ പൈസ അടച്ചാലും വരില്ല. അത് വേണ്ട. ആ കുട്ടിയെ അങ്ങോട്ട് കൊണ്ട് അവിടെ ബൈക്ക് കൊണ്ട് പോകണവരുണ്ട്. ബൈക്ക് കൊണ്ട് സൊസൈറ്റി അവിടെ നിന്ന് വിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു പോകും. എന്നാലും ഇനി വരില്ല. ക്രഷർ യൂണിറ്റിനെതിരെ നാട്ടുകാർ പലതവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും പണത്തിന് മീതെ പരുന്തും പറക്കാത്ത അവസ്ഥ. കൂറ്റൻ ലോറികളിൽ നിന്ന് പാറക്കഷ്ണങ്ങൾ ചിതറിത്തെറിച്ച് വീടുകളുടെ ജനാലകൾ തകരുന്നതും പതിവ് കാഴ്ച. കല്ലിൽ അത്രയും ഇവിടെ എങ്ങനെ നിൽക്കാൻ പറ്റില്ല. അവിടെ ക്ലാസ് വരെ പൊട്ടി, ക്ലാസ് പൊട്ടിയാണ്ട് അകത്ത് കിടന്നപ്പോ പുറത്ത് വരെ വന്ന് തെറിച്ച് പൊട്ടി കിടക്കാൻ എപ്പോഴും തന്ന് മിറ്റത്ത് നിൽക്കാൻ പറ്റും പറ്റൂല. എന്റെ അടുത്ത് പറഞ്ഞാൽ ജലക്ഷം വരാൻ പറയും. ഞങ്ങൾ നാളെ നന്നായി തരുമെന്ന് പറഞ്ഞിട്ട് പോകും. ഇപ്പൊ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകാൻ വേണ്ടി, അതായത് ഈ പാറയിൽ പോകാൻ വേണ്ടി വരുന്നവരൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. കാരണം റോഡ് മോശമാണെന്ന് പറയും. നമ്മളിത് ചോദിക്കുന്നു റോഡ് എങ്ങനെയാണ്. അപ്പൊ റോഡ് മോശമാണെന്ന് പറയുന്നുണ്ട്. അവർ വണ്ടി തിരിച്ചു പോകുന്നുണ്ട്. ക്രഷർ യൂണിറ്റിനെതിരെയുള്ള പരാതികളിൽ ഇതുവരെ കനിയാത്ത പഞ്ചായത്തിൽ ഇലക്ഷനെ തുടർന്ന് പുതിയ ഭരണസമിതി എത്തുമ്പോൾ അവരെങ്കിലും ക്രഷർ യൂണിറ്റ് പ്രശ്നം പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.